ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പെരുന്നാളൊക്കെ സേഫായിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശയും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ദോശ പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശയാണ്, അരിപ്പൊടി വെച്ചിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ തന്നെയാണ്. അപ്പോൾ ഇതാ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോവുകയാണ്. പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 3 സവാള ചെറുതായിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളിയോടെ ചേർത്ത് വഴറ്റാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. ഇതുകൊണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ മുട്ട റോസ്റ്റിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ഒന്ന് മസാല ഇട്ട് വെക്കുകയാണ്. സാധാരണ നമ്മൾ നാടൻ രീതിയിലാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല, നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ കുറേ പണികളൊക്കെ നമ്മളിങ്ങനെ അതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് കുറേ സമയം കിട്ടും, പെട്ടെന്ന് ഫുഡൊക്കെ റെഡി ആവുകയും ചെയ്യും. പെരുന്നാളിൽ നമ്മൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഫുഡിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഗുലാബ് ജാമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കണില്ല, റെസിപ്പി മാത്രമായിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് റെസിപ്പിയും കൂടെ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ എല്ലാ ഡോയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയാവും. പിന്നെ ഞാനിത് തണുത്തതിന് ശേഷം, ചൂടൊക്കെ പോയി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസമാണ് കഴിച്ചത്. അപ്പോൾ തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമാണ്. രാവിലെ തന്നെ പിന്നെ ചായക്കുള്ള പലഹാരം ഉണ്ടാക്കുകയാണ്. ഈ പെരുന്നാളിന് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ബീഫ് കറി, നെയ്ച്ചോറ്, ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ കൂടുതൽ ഇതിലും റെസിപ്പീസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ അബുദാബിയിലുള്ള യാസ് മാളിലാണ് നമ്മൾ പോണത്. ഏകദേശം വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം മാളിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, എന്നാൽ കൂടുതൽ തിരക്കൊന്നുമില്ല. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ കൂടുതലും പെരുന്നാളിൻ്റെ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും മാളിലാണെങ്കിലും അതുപോലെ റോഡിലാണെങ്കിലും ഒക്കെ കുറവ് തന്നെയാണ് ഇപ്രാവശ്യം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, വലിയ രീതിയിലുള്ള ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇപ്രാവശ്യം. പിന്നെ കുറേ മാളൊക്കെ കുറേ ചുറ്റിക്കറങ്ങിയതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചില ഷോപ്പുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങൾക്ക്, എന്നാലും വലിയ രീതിയിലുള്ള ഓഫറുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് സെൻട്രൽ പോയിന്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഷാസിന് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. ചെറിയ രീതിയിലൊക്കെ ഒന്ന് പുറത്ത് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.